എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നെമ്മാറ വല്ലങ്ങി വേലയുടെ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഇന്ന് ആനച്ചമയുണ്ട് നെമ്മാറ ദേശത്തിൻ്റെയും വല്ലങ്ങി ദേശത്തിൻ്റെയും. ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നെല്ലിക്കുളങ്ങരകം ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ്, നമ്മുടെ വേല നടക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ്. കാരണം നാളെയാണല്ലോ വേല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്, കച്ചവടക്കാരുണ്ട്, എന്നാലും തിരക്കൊന്നും അധികമില്ല. ഒരു മഴൻ്റെ ചെറിയൊരു കോളുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം വല്ലങ്ങി ദേശത്തിൻ്റെ ആനച്ചമയും പിന്നെ നെമ്മാറ ദേശത്തിൻ്റെ ആനച്ചമയും കണ്ടിട്ട് തിരിച്ചു വരാം. വല്ലങ്ങി ദേശത്തിൻ്റെ ആനച്ചമയം നടക്കുന്നത് ശിവക്ഷേത്രത്തിന് സമീപമുള്ള ശിവക്ഷേത്രം ട്രസ്റ്റ് ഹാളിലാണ്. ആനച്ചമയം കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എന്താണ് സംഭവം നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഒരു രക്ഷയില്ല, കണ്ടിട്ട് ഞെട്ടി. കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ചുറ്റും നിരത്തി വെച്ചിരിക്കുകയാണ്. നെറ്റിപ്പട്ടും വെഞ്ചാമരവും കൊടയും അങ്ങനെ എല്ലാം. സത്യം പറഞ്ഞാൽ ഒരു വിഷുക്കണി കണ്ട ഒരു പ്രതീതിയാണ് എനിക്ക്. അത്രയ്ക്കും മനോഹരം. ഇത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണല്ലോ ഞാൻ ഇത്ര കാലം കാണാതിരുന്നത്. ഞാൻ പോയ സമയത്ത് അവിടെ ഒരു ഉദ്ഘാടനം നടക്കായിരുന്നു കേട്ടോ. എന്തായാലും കുറേ നേരം നിന്നു ഈ കാഴ്ചകളും കണ്ടിട്ട്. അത്രയ്ക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നന്നായിരുന്നു. എന്തായാലും ഇനി ഈ ചമയങ്ങൾ അണിഞ്ഞുകൊണ്ടാണല്ലോ കൊമ്പന്മാർ അണിനിരക്കുന്നത്. എന്തായാലും ഈ കാഴ്ച കുളിർക്കെ കുറേ നേരം കണ്ടിട്ട് പിന്നെ അടുത്തത് നെമ്മാറ ദേശത്തിൻ്റെ ആനച്ചമയം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന് സമീപമാണ് നെമ്മാറ ദേശത്തിൻ്റെ ആനച്ചമയം നടക്കുന്നത്. നമ്മൾ പോയ സമയത്ത് അവിടെ ഉദ്ഘാടനമായിരുന്നു. സിനിമാ നടൻ ശ്രീ ദേവനെല്ലാം അവിടെ ഉണ്ടായിരുന്നു. 4 വർഷമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള അശോകൻ നെമ്മാറ. അങ്ങനെ കുറേ നേരം അദ്ദേഹത്തിൻ്റെ പ്രസംഗമെല്ലാം കേട്ട് നേരെ നെമ്മാറ ആനച്ചമയം. അങ്ങനെ വല്ലങ്ങി ദേശത്തിൻ്റെ ആനച്ചമയം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുമ്പോൾ ഇതാ അടുത്തത് നെമ്മാറ ദേശത്തിൻ്റെ. എന്താ ചെയ്യുക, ഇതും മനോഹരം. ഇതിൽ ഏതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം രണ്ടും അത്രയ്ക്ക് നല്ലതായിരുന്നു. നെമ്മാറ ദേശത്തിൻ്റെ ആനച്ചമയം കൂടാതെ ആ ഹാള് മൊത്തം കൊടകളും മറ്റും വെച്ച് അലങ്കരിച്ചിരുന്നു. എല്ലാവരും ഫോട്ടോയും സെൽഫിയും വീഡിയോയും ഒക്കെ എടുക്കേണ്ട തിരക്കിലാണ്. കാരണം നമ്മൾ കണ്ടത് മറ്റുള്ളവരെ കൂടി കാണിച്ചു കൊടുത്താലേ നമുക്കൊരു സംതൃപ്തി. ഇവിടെയും കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് ചുറ്റുമാണ് ആനച്ചമയം വെച്ചിരിക്കുന്നത്. എന്താ പറയുക, കണ്ണിന് മനോഹരമായൊരു കാഴ്ച. അങ്ങനെ ആനച്ചമയും അതിന് ചുറ്റുമുള്ള കുറേ കാഴ്ചകളും അതെല്ലാം വീഡിയോയിൽ പകർത്തി കുറേ നേരം നോക്കിയിട്ട് മെല്ലെ വെളിയിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു, പറ നിറയ്ക്കൽ. മഞ്ഞളിൻ്റെ, അരിയുടെ, നെല്ലിൻ്റെ, കുങ്കുമത്തിൻ്റെ, അങ്ങനെയെല്ലാം പറ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞതും കഥന അവിടുത്തെ ചേട്ടൻ പെട്ടെന്ന് പൊട്ടിച്ചു. വെയിലധികമില്ല, ആളുകളും ഒരുപാടില്ല, കച്ചവടക്കാർ മാത്രമാണ് മെയിനായിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരം ലൈറ്റ് ഇടുമ്പോൾ നല്ല തിരക്ക് വരും. പിന്നെ ഇന്ന് വൈകുന്നേരം സാമ്പിൾ വെടിക്കെട്ടുണ്ടല്ലോ, അപ്പോൾ അതിനും ഒരുപാട് പേരുണ്ടാവും കാണാൻ. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.
അപ്പോൾ ഇനിയും നമ്മുടെ വേല വിശേഷങ്ങളുണ്ടാവും. വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട്, വേലയുടെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഗജവീരന്മാരുടെ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.